അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ലത്തീഫ് എന്ന. നേരത്തെ സുബൈർ സാഹിബ് പറഞ്ഞതുപോലെ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ഡാർവിൻ്റെ തിയറി പറയുമല്ലോ, എവല്യൂഷൻ പറയുമ്പോൾ സാധാരണ പൊതുവേ നമ്മളുടെ പ്രസംഗക്കാരെല്ലാം ഉപയോഗിക്കുന്ന ഇസ്ലാം പൂർണ്ണമായിട്ട് അതിനെതിരെ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന ഒന്ന്, ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ സയൻസ് പഠിപ്പിക്കുമ്പോൾ ഇല്ല ഇത്രയും വർഷം, ഇപ്പോൾ 1,00,000 വർഷം മുമ്പ് ഓരോ അതിൻ്റെ കാലഘട്ടം പറയുമ്പോൾ മദ്രസയിൽ വരുമ്പോൾ അത് നേരെ തിരിച്ചു വരുമ്പോൾ ഉള്ള കുറേ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം ഈ ഡാർവിൻ്റെ തിയറിയോട് ഒരിക്കലും എതിരായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാം മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ബനി ആദമിൻ്റെ സന്തതികൾ എന്ന് കൊണ്ടാണ്. ഇപ്പോൾ ഒരു വർഷം 1,00,000 വർഷങ്ങൾ മുമ്പ് 2 കാലിൽ ഒരു ജീവി ജീവിച്ചുകൊണ്ടോ ഒരു കല്ല് ചെത്തി ഒരു അമ്പുണ്ടാക്കി അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അവർ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിചാരണയ്ക്കോ മാഷറയിൽ വിചാരണയ്ക്കോ ഒന്നും അവർ ബാധ്യസ്ഥരല്ല. അവർ മണ്ണായി തീരുന്ന മറ്റ് മൃഗങ്ങൾ മറ്റ് ജീവജാലങ്ങളെ പോലെ മണ്ണായി തീരുകയാണ് അവരുടെ വിധി. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ചാൾസ് ഡാർവിൻ്റെ ഈ തിയറിക്ക് മുന്നിൽ ഇങ്ങനെ അക്ബർ സാഹിബിൻ്റെ മുമ്പ് ഞാൻ പല സംവാദങ്ങളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചാൾസ് ഡാർവിൻ്റെ ഇത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അത്ര ക്ലിയർ ആവുന്നില്ല, എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. നമ്മൾ ബനി ആദമിൻ്റെ സന്തതികളെ കുറിച്ചാണ് അവർക്ക് വിചാരണയുണ്ട്, അവരെ കുറിച്ചാണ് നമ്മളുടെ ഇസ്ലാമിൽ അവരെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആദമിൻ്റെ സന്തതികളെ കുറിച്ചല്ലേ പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കണം. സുഹൃത്തിൻ്റെ ചോദ്യം എന്താ, ഡാർവിൻ്റെ സിദ്ധാന്തത്തിനോട് നമുക്കെത്ര വിരോധം? ഇസ്ലാമിൽ ഡാർവിനിസത്തിനെതിരല്ലല്ലോ, ബനി ആദമിൻ്റെ വിഷയം മാത്രമല്ലേ പറയണുള്ളൂ എന്നാണ്. എന്താണ് ഡാർവിനിസം എന്നെൻ്റെ സുഹൃത്തിന് വേണ്ട രൂപത്തിൽ മനസ്സിലായിട്ടുണ്ടോ, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തിനാണ് ഡാർവിനിസം ഇവിടെ ഒരു സാമൂഹ്യ സിദ്ധാന്തമായി പരിചയപ്പെടുത്തപ്പെട്ടത്? മനുഷ്യൻ കേവലം ഒരു ജന്തു മാത്രമാണ് എന്നും അവൻ പ്രത്യേകമായ ചില നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്നും യഥാർത്ഥത്തിൽ മനുഷ്യൻ മറ്റ് ജീവികളുടെ ഒരു പിൻഗാമി മാത്രമാണ് എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഡാർവിനിസം ഉണ്ടായതും കൊണ്ടുവന്നതും പ്രചരിപ്പിക്കപ്പെട്ടതുമല്ല. അതുകൊണ്ട് തന്നെയാണ് മതലോകത്തിന് ഇന്ന് അതിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായി വന്നത്. ബനി ആദം മനുഷ്യസന്തതി, മനുഷ്യന് മുമ്പ് ഉണ്ട് എന്ന് പറയുന്ന ക്രോംബ്നഗ്നാൻ മനുഷ്യൻ അല്ലെങ്കിൽ നിയാന്താർതാൽ മനുഷ്യൻ, ഡാർവിനിസ്റ്റുകൾ പറയുന്ന അല്ലെങ്കിൽ പിൽഡൗൺ മനുഷ്യൻ, ഇവർ കേവലമായ ഏതെങ്കിലും ഒരു ജീവികളാകാം, ജന്തുക്കളാകാം. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സ്പീഷീസിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ മ്യൂട്ടേഷൻ വഴി ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിയെ നിഷേധിക്കുന്നു ഡാർവിനിസം. അത് നിയോ ഡാർവിനിസവും പിന്നെ പുതിയ കാലഘട്ടത്തിലെ ഡാർവിനിസവും എല്ലാം അത് നിഷേധിക്കുന്നു. മനുഷ്യൻ ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായി അവസാനം ആൾക്കുരങ്ങിൻ്റെ ഒരു പൂർവ്വഗാമിയിൽ നിന്ന് ഒരു മുൻഗാമിയിൽ നിന്ന് മനുഷ്യനും ഇങ്ങോട്ടുണ്ടായി, ആൾക്കുരങ്ങുണ്ടായി എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം. അവിടെയാണ് പ്രശ്നം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യനൊരു സവിശേഷ സൃഷ്ടിയാണ് എന്ന് പറയുന്നു. വൈദ് ഖാല ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനം. അല്ലാഹു മലക്കുകളോട് ഞാൻ ഭൂമിയിൽ ഒരു സവിശേഷ സൃഷ്ടിയെ, ഒരു ഖലീഫയെ അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സന്ദർഭം. അപ്പോൾ ഒരു സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഡാർവിനിസം സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നത് ശരി, സുഹൃത്ത് പറഞ്ഞാൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാം. പക്ഷേ അതൊരു ശാസ്ത്രമാണോ, അതൊരു സയൻസ് ആണോ? സയൻസ് മാഷ് പഠിപ്പിച്ചതുകൊണ്ട് ശാസ്ത്രമാവും. സയൻസ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൂവൺ, അത് തെളിയിക്കപ്പെടണം. അത് തെളിയിക്കാൻ കഴിയുമോ? തെളിയിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയൂല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് പറയുന്നവനക്കറിയാം, പറയാത്തവനക്കും അറിയാം. സർ ആർതർ കെയ്ത്ത് എന്ന 1960കളിൽ ഏറ്റവും ശക്തനായ പരിണാമത്തിൻ്റെ വക്താവായി നിലകൊണ്ടിരുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു, നമുക്കുറപ്പാണ്
പരിണാമവാദം തെളിയിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഞാൻ പരിണാമത്തിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരിണാമത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അത് എനിക്ക് ചിന്തിക്കുവാനേ കഴിയില്ല. അതാണ് വിഷയം, അതാണ് പ്രശ്നം. പിന്നെ എന്തിനാ നമ്മൾ പരിണാമവാദത്തെ അനുകൂലിക്കുകയും അതിന് അനുകൂലമായ തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യണത് എന്തിനാ? അതൊരു ശാസ്ത്രീയമായ പ്രൂവണായിട്ടുള്ളൊരു കാര്യമാണെങ്കിലൊക്കെ. അങ്ങനെ ഉണ്ടോ? ഇല്ല. ശാസ്ത്രീയമായി ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം നിങ്ങൾക്കറിയാം, 1-ാം ലോക രാജ്യങ്ങളിൽപ്പെട്ട അമേരിക്കയെ പോലുള്ള സ്ഥലത്ത് പരിണാമം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സൃഷ്ടിവാദം പഠിപ്പിക്കുകയാണ്. പരിണാമ ശാസ്ത്ര പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്, ഇതേപോലെ തന്നെ ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാറ്റിനെയും എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് എന്നതും കൂടി പഠിപ്പിക്കുകയാണ്. എന്താ കാര്യം? അവിടെയെല്ലാം അതിശക്തമായ പരിണാമവാദത്തിനെതിരെയുള്ള മുന്നേറ്റങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട്? പരിണാമം ഒരു കപടശാസ്ത്രമാണ്. കപടശാസ്ത്രം എന്നുള്ള നിലക്ക്, ഒരാശയം എന്നുള്ള നിലക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എന്ത് ഒരു ഇങ്ങനെ ഉണ്ടായതായി കൂടെ ചിന്തിക്കാവുന്നതാണ്. ചിന്തിക്കണതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് സയൻസ് ആവില്ല. ആകെ പരിണാമത്തിനുള്ള തെളിവെന്താ? ഒരു തെളിവില്ല എന്നതാണ് അതിൻ്റെ തെളിവ്. ആകെ പറഞ്ഞിരുന്ന നമ്മളെല്ലാം പുസ്തകത്തിൽ, പാഠപുസ്തകത്തിൽ, നമ്മളെ പാഠപുസ്തകത്തിൽ എപ്പോഴുള്ള തെളിവ് എന്താണെന്നറിയോ? പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്നാ പറയുക. എന്താ? പിന്നെ ഫോസിൽ തെളിവുകൾ, ഫോസിലുകൾ. ആ ഫോസിലുകൾ ഒരു ഏകകോശ ജീവി മുതൽക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ക്രമമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ട് വലുതായി വന്നതാണ്. എന്തൊരു ന്യായാണത്! ഞാൻ പലപ്പോഴും ഒരു തമാശ പറയാറുണ്ട്. ഈ ഭൂമി ഒന്നിച്ച് നശിച്ചു എന്ന് വിചാരിക്കുക. ഭൂമി എന്തോ ഒരു പ്രകൃതി പ്രശ്നത്തിൽപ്പെട്ട് നശിച്ചു. ഏതോ വേറെ ഒരു ഗോളത്തൊരു ജീവി ഉണ്ടെന്ന് വിചാരിക്കുക. അവർ കുറേ കാലം കഴിഞ്ഞിട്ട് ഭൂമിയിൽ വന്നിട്ട് എക്സ്കവേഷൻസ് നടത്തുകയാണ്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നു, വാഹനങ്ങളുടെ ഫോസിലുകളെ. അപ്പോൾ ആ ഫോസിലുകൾ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ ഒരു ചക്രമുള്ള സൈക്കിളുണ്ട്. നമ്മളെ സർക്കസുകാർ പിന്നെ ഉപയോഗിക്കുന്ന ഒരു ചക്രമുള്ള സൈക്കിളുണ്ട്, 2 ചക്രമുള്ള സൈക്കിളുണ്ട്, 3 ചക്രമുള്ള സൈക്കിളുണ്ട്, സൈക്കിൾ റിക്ഷയുണ്ട്, പിന്നെ ഓട്ടോറിക്ഷയുണ്ട്, ബൈക്കുണ്ട്. അത് സ്കൂട്ടർ മുതൽക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് 1500 cc വരെ ഉള്ളതുണ്ട്. അതേപോലെ കാറുണ്ട്. കാറിന് പല ടൈപ്പ്, അതിൻ്റെ എല്ലാം ഫോസിലുണ്ട്. പിന്നെ ബസ്സുണ്ട്, അത് ലോറിയുണ്ട്, ട്രക്കുണ്ട്, കപ്പലുണ്ട്, ബോട്ടുണ്ട്. അതേപോലെ എയറോപ്ലെയിനും ഫ്ലൈറ്റും ഹെലികോപ്റ്ററും എല്ലാം അടങ്ങുന്ന സാധനങ്ങളുടെ മുഴുവൻ ഫോസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവരിങ്ങനെ കഥ പറയാമെന്ന് വിചാരിക്കുക. ആദ്യം ഒരു ചക്രമുള്ള സൈക്കിൾ ഉണ്ടായി. അതിങ്ങനെ ഓടിയപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ വീണപ്പോൾ 2 ചക്രമായി മാറി. ആ 2 ചക്രത്തിനും ബാലൻസ് കിട്ടാഞ്ഞപ്പോൾ 3 ചക്രമുള്ളതായി. 3 ചക്രമുള്ളതിൽ ഒരു 3 ആളെ കയറ്റി കണ്ട് ഇങ്ങനെ പോകുമ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ കയറ്റം കയറാതായപ്പോൾ അതിന് എൻജിനുണ്ടായി. അങ്ങനെ സൈക്കിൾ റിക്ഷയായി. 2 ചക്രമുള്ളത് തന്നെ പോയപ്പോൾ അത് മുമ്പോട്ട് പോയപ്പോൾ കയറ്റം കയറാഞ്ഞപ്പോൾ അത് ലൂനയായി. പിന്നെ അത് MIT ആയി. അത് പിന്നെ സ്കൂട്ടറായി. അത് പിന്നെ ബൈക്കായി. അത് ബുള്ളറ്റായി. അങ്ങനെ മുകളിലേക്ക് പോയി. ഇങ്ങനെ ഓട്ടോറിക്ഷ പോയി. അതിലാളെ കൊള്ളാഞ്ഞപ്പോൾ പിന്നെ അത് കാറായി. അത് പിന്നെ ബസ്സായി. അങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വലിയ വലിയ ബസ്സായി. ആളുകൾ കൂടുതൽ കയറേണ്ടി വന്നപ്പോൾ അങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കെ ഒരു സമുദ്രത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ പരിണാമത്തിൻ്റെ വൃക്ഷം 2ആയി തിരിഞ്ഞിട്ട് ഒന്ന് കപ്പലായി അങ്ങനെയും പോയി, ഒന്ന് വിമാനമായി ഇങ്ങനെയും പോയി. എന്താ വിശദീകരിക്കാൻ? എല്ലാം തെളിവ്, പാലിയന്റോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. എല്ലാത്തിനും തെളിവുണ്ട്. എല്ലാത്തിൻ്റെയും മോട്ടർ നോക്കൂ, എല്ലാത്തിൻ്റെയും മോട്ടർ ഒരേപോലെയാണ്. എല്ലാത്തിൻ്റെയും മോട്ടറിൻ്റെ അടിസ്ഥാന തത്വം എല്ലാം ഒരേപോലെയാണ്. എല്ലാത്തിനും ചക്രം എല്ലാത്തിനും ഉണ്ട്. ആ ചക്രത്തിൻ്റെ അടിസ്ഥാന തത്വം എല്ലാം ഒരേപോലെയാണ്. ഒരു പിസ്റ്റളുള്ള മോട്ടർ, 2 പിസ്റ്റളുള്ള മോട്ടർ, 3 പിസ്റ്റളുള്ള മോട്ടർ, ഇങ്ങനെയെല്ലാം മോട്ടറുകൾ. അപ്പോൾ ഒരു പിസ്റ്റളിന് 2ആയി, 2ന്ന് 3ആയി. എത്ര എളുപ്പം! വിശദീകരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പൊട്ടത്തരാണെന്ന് ഇപ്പോൾ നമുക്കറിയാം. അല്ല, ഇതെല്ലാം ഓരോന്നും ഫാക്ടറിയിൽ ഉണ്ടാക്കിയതല്ലേ? ഇതേപോലെ പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്ന് പറയുന്നത് പൊട്ടത്തരമാണ് എന്ന് ഇന്ന് പരിണാമവാദികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് തന്നെ പുതിയ പരിണാമവാദികൾ പുതിയ സിദ്ധാന്തമായിട്ടാണ് വരുന്നത്. അതിനാണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇപ്പോൾ സ്റ്റീഫൻ ജെ ഗോൾഡാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരിണാമവാദിയായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്നാണ് അറിയപ്പെടുക. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവർ പാലിയന്റോളജിക്കൽ എവിഡൻസസ്
തെരഞ്ഞ്, ഇപ്പോൾ ഡാർവിൻ മുതൽ ഇപ്പം വരെ ഏകദേശം ഒരു നൂറ്റാണ്ടായി തെരഞ്ഞ് പരാജയപ്പെട്ടു. കാരണം എന്താ? ഇവരെന്നെ പറയുന്ന മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. മിസ്സിംഗ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ജാതികൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലിങ്ക്, നഷ്ടപ്പെട്ട ലിങ്കുകൾ. ആ ലിങ്ക്സിന് ഇതുവരെ ഒരെണ്ണത്തിനെ കിട്ടണ്ടേ? ബിസ്മിക്ക് ഒന്നെങ്കിലും കിട്ടണ്ടേ? ആർക്കിയോടെറിപ്സിനെ അവതരിപ്പിച്ചു നോക്കി, അത് അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ചില പക്ഷികളെ അവതരിപ്പിച്ചു, അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായി. മനുഷ്യനും കുരങ്ങിനും അടിയിലുള്ള പിൽ ഡൗൺ മനുഷ്യനെല്ലാം ഉണ്ടാക്കി, ഇതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലായി. പിൽ ഡൗൺ മനുഷ്യൻ എന്തായിരുന്നു എന്നറിയൂ? പിൽ ഡൗൺ മനുഷ്യൻ എന്ന പേരിൽ 2000 വരെ നമ്മുടെ പാഠപുസ്തകങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സാധനമുണ്ട്. മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും കുരങ്ങിൻ്റെ ഇടയിലുള്ള ജീവിയായിട്ട് പറഞ്ഞ അത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് അത് ചാൾസ് ഡൗസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അയാൾ വളരെ സമർത്ഥമായി ഒറാങ്ങൊട്ടാങ്ങിൻ്റെ താടിയെല്ലെടുത്തിട്ട് മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൻ്റെ താടിയെല്ലെടുത്ത് ആ ഒറാങ്ങൊട്ടാങ്ങിൻ്റെ താടിയെല്ലിനെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഫോസിലായിരുന്നു എന്ന് പിന്നെ മനസ്സിലായത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ മുഴുവനും, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുകൊണ്ട് തന്നെ ഇവർക്കൊരു മിസ്സിംഗ് ലിങ്കുമില്ല. അവസാനം ഇപ്പോൾ പറയുന്ന പങ്ക്ച്വൽ ഇക്വിലിബ്രിയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുരങ്ങ് ചിലപ്പോൾ പ്രത്യേക സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ പ്രസവിക്കുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞങ്ങട്ടാവും. അങ്ങനെ ഒരു ചാട്ടാണ് തന്നെ വേണം പങ്ക്ച്വൽ ഇക്വിലിബ്രിയം. ഒരു ചാട്ടം, ഓരോ സ്പീഷീസും ചാടലാണ്. ഇതൊന്നും മിസ്സിംഗ് ലിങ്ക് ഒന്നും വേണ്ട. മിസ്സിംഗ് ലിങ്ക് ആദ്യം ഇങ്ങനെ ചിറക്, അതിമേലിങ്ങനെ ഒരു കുറുത്ത നഖണ്ടായി, അതുമൊന്നും ഇങ്ങനെ റെപ്റ്റൈൽസ് ഉണ്ടായി, ഇങ്ങനെയാണല്ലോ പറയാ. ഇതൊന്നും വേണ്ട. കാരണം ഒരു പക്ഷി ഒരു ദിവസം ഒരു ദിവസം മുട്ട പോർന്നപ്പോൾ ഒരു ഓന്തം കണ്ടുണ്ടായി. ഇങ്ങനെയുള്ള വെറും പൊട്ടത്തരങ്ങളാണ് ഇന്ന് യഥാർത്ഥത്തിൽ പരിണാമവാദികളുടെ കയ്യിലുള്ളത്. അതിന് ശാസ്ത്രം എന്ന് പറഞ്ഞു കിടക്കുക. അതിന് കാരണം എന്താ? സർ ആർതർ കെയ്ത്ത് പറഞ്ഞതാണ്. അത് ഒച്ചയിൽ വിളിച്ചു പറയാൻ ധൈര്യമുള്ളവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സങ്കടം. കാരണം വത്തിക്കാനടക്കപ്പോൾ പരിണാമം അംഗീകരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് എന്നാൽ വസ്തുതയതല്ല. യഥാർത്ഥത്തിൽ മനുഷ്യനെ സവിശേഷമായി സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. ആ മനുഷ്യനുള്ളതാണ് മാർഗദർശനം. ആ മനുഷ്യനാണ് നന്മത്തിന്മകളെ വ്യവച്ഛേദിക്കാൻ അറിയുക. ആ മനുഷ്യനാണ് ധർമ്മമനുസരിച്ച് ജീവിക്കാൻ അറിയുക. അങ്ങനെയുള്ള മനുഷ്യർക്ക് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച വിമോചനത്തിൻ്റെ ദർശനമാണ് ഇസ്ലാം. ഈ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതിനുവേണ്ടിയുള്ളതാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ എറണാകുളത്താണ് അതിൻ്റെ കേന്ദ്ര ഓഫീസ്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തുന്നു, പൊതുപ്രഭാഷണങ്ങൾ നടത്തുന്നു, സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ മാഗസിനുണ്ട്, മന്ത്ലി മാഗസിൻ സ്നേഹസംവാദം മാസിക. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് nichoftruth.org. ഇത് എല്ലാം ഈ ആദർശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ്. ഈ രംഗത്ത് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ള കടലാസിൽ പേരെഴുതി കൊടുക്കുക. നമുക്ക് ഈ പ്രവർത്തനം, ഇത് പടച്ചതമ്പുരാന്റെ പ്രവാചകൻ നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യ നിർവഹണമാണ്. ഈ ആദർശത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിൻ്റെ നിർവഹണം. അതിന് നമ്മൾ സന്നദ്ധമാവുക. അതിന് സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തിൽ സന്തോഷത്തോടു കൂടി കൂടിയിരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.